स्त्री पूजनीय है, वो जननी है, वो अन्नपूर्णा है, वो सुख, समृद्धि और ऐश्वर्य लाती है। इसलिए हम धरती को माँ कहते हैं, नदिया को माँ कहते हैं और भारत को भी भारत माँ कहते हैं। स्त्री ज्ञान है, बल है, सुख है, शांति है। इसलिए वो सरस्वती है, शक्ति है, लक्ष्मी है। स्त्री ही अनंत की अनंत चेतना है। Dearest family and friends, as we witness the Kanyadan, I wish to emphasize that Hinduism is Nitya Nutan. It is capable of constant self-renewal and self-reform with time. An Indian wedding rests on the foundation of perfect equality between Var and Kanya, between groom and bride, and also between their two families. Hence, the true cultural significance of Kanyadan is that the bride's parents accept the groom. I know that no parents can ever give away their daughters. Daughters are life's biggest blessings and greatest joys. From the time they are born, they are the purest part of our souls. She is a blessing to be cherished and treasured. പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. കേരളം നെഗറ്റീവായിട്ടും വളരെ കുറച്ചാളുകൾ പോസിറ്റീവായിട്ടും ആഘോഷിച്ച ഒരു കല്യാണമായിരുന്നു ഭാരതത്തിലെ നമ്പർ 1 കോടീശ്വരനായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകന്റെ വിവാഹം. 5000 കോടി രൂപയ്ക്ക് എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാമായിരുന്നു എന്നൊക്കെ ചോദിച്ച ധാരാളം നേതാക്കന്മാർ ഉണ്ട്. 20 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് മൊത്തം സമ്പാദ്യത്തിന്റെ 0.6% താഴെ ഫണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് നാം അറിയുക. എന്നാൽ 1.5 മിനിറ്റ് നേരമുള്ള ഈ ഒരു പ്രസംഗം നിത അംബാനി എന്ന് പറയുന്ന അംബാനിയുടെ എല്ലാ കരുത്തുമായ സഹധർമ്മിണി പറയുന്ന ആ വാക്കുകളെ ശ്രദ്ധിക്കൂ. ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് സ്ത്രീയെക്കുറിച്ച്, സ്ത്രീ എന്നാൽ അബലയും ചബലയുമായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ മലയാളം സീരിയലുകളാണ്. എന്നാൽ ഭാരതത്തിലെ സ്ത്രീകൾ സരസ്വതിയാണ്, ലക്ഷ്മിയാണ്, അവൾ ദുർഗയുമാണ്. വിദ്യയുടെയും ധനത്തിന്റെയും ഒപ്പം മഹാശക്തിയുടെയും പ്രതീകമായിട്ട് സ്ത്രീത്വത്തെ ആരാധിച്ചതാണ് ഭാരതത്തിന്റെ സംസ്കാരം. 33 കോടി ദേവതാ സങ്കല്പങ്ങളിൽ 60% നമുക്ക് ദേവി ഭഗവതി സങ്കല്പങ്ങളാണ് എന്ന് പറയണം. ഇതര മതങ്ങളിൽ ദൈവം പുരുഷനാണ്, അവിടെ പുരുഷ മേധാവിത്വമാണ്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ വസ്ത്രം പുരുഷന്മാർ നിശ്ചയിക്കുന്നു. അവൾ കണ്ണു മാത്രമേ പുറത്തു കാണിക്കാൻ പാടുള്ളൂ എന്ന ശാസനകൾ ഇറങ്ങുമ്പോൾ എന്താണ് സ്ത്രീ, എന്തല്ല സ്ത്രീ, ഭാരത സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ചും ഹിന്ദുത്വം ചിരപുരാതനവും നിത്യനൂതനവുമാണ് എന്ന ആശയത്തെയും വളരെ ശക്തമായി സ്പഷ്ടമായിട്ട് ഈ മഹതി നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഇതാണ് ഭാരതത്തിന്റെ കാഴ്ചപ്പാട്. വിവാഹത്തിന് ചെലവഴിച്ച പണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഈ വിവാഹം? നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹം. 7 പദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പുരുഷനും സ്ത്രീയും പ്രതിജ്ഞ എടുക്കുന്നു, സപ്തപതി. അതിനുശേഷമാണ് അവർ വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. അഗ്നിസാക്ഷിയായി ആയിരക്കണക്കിന് അക്ഷികളെ, കണ്ണുകളെ സാക്ഷിയാക്കി ഒരു പുരുഷൻ സ്ത്രീയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുന്നത് കേവലം ഒരു മഞ്ഞച്ചടൽ ചാർത്തലല്ലത്. ഒരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാമെന്നുള്ളതിന് ഒരു പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന വാഗ്ദാനമാണ് താലി. താലി ഭാരതീയന് കേവലം ഒരു മഞ്ഞച്ചരടല്ല. അതുകൊണ്ട് അനേകം ചടങ്ങുകൾക്ക് അവസാനമാണ് വിവാഹം എന്ന് നാം ഓർക്കുക. വിവാഹം ഒരു കരാറല്ല, അത് പിതാക്കൾ തമ്മിലുണ്ടാക്കുന്ന കരാറാണ് പല മതങ്ങളിലുമെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയും പുരുഷനും ജീവിതാന്ത്യം വരെ സ്വസ്ഥവും ശാന്തവുമായി ജീവിക്കുവാൻ സമാജം ഏർപ്പെടുത്തുന്ന മഹത്തായ ഒരു ചടങ്ങാണ് ബ്രാഹ്മ്യം അഥവാ അറേഞ്ച് മാരേജ്. ഭാരതത്തിൽ 8 തരം മാരേജുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് നടക്കുന്നത് 2 തരം വിവാഹങ്ങളാണ്. ബ്രാഹ്മ്യം അറേഞ്ച് മാരേജും ഗാന്ധർവം പ്രണയ വിവാഹങ്ങളും. ഇവിടെ ഒരു അറേഞ്ച് മാരേജ്, ഒരു ബ്രാഹ്മ്യം എന്ന് പറയുന്ന വിവാഹം എത്ര മഹത്തരമായിട്ട് നടക്കുമ്പോൾ അവിടെ നൽകുന്ന സന്ദേശമാണ് പ്രസക്തം. നിങ്ങൾ ദരിദ്രനായി ജനിച്ചു എന്ന് തെറ്റല്ല,
ദരിദ്രനായി മരിച്ചു എന്നതാണ് തെറ്റ്. ഒരിക്കൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രശസ്തമായ വാക്കുകളാണ്. ധിരുഭായ് അംബാനി എന്ന് പറയുന്ന മുകേഷ് അംബാനിയുടെ അച്ഛൻ ദരിദ്രനായിരുന്നു, എന്നാൽ അദ്ദേഹം മരിക്കുമ്പോൾ അതിസമ്പന്നനുമായിരുന്നു. ആ സമ്പത്തിനെ 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന മക്കളെയാണ് നമ്മൾ കണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. അത് ഒരിക്കലും തെറ്റല്ല. ഈ രാജ്യത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ 5% നൽകുന്നത് മുകേഷ് അംബാനി എന്നൊരൊറ്റ വ്യക്തിയാണ്. 100 കോടി രൂപയിൽ പരം വിറ്റുവരവുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് ഈ രാജ്യത്തിന്റെ പ്രധാന നികുതി സ്രോതസ് എന്നറിയണം. അവർ നൽകുന്ന 25% കോർപ്പറേറ്റ് ടാക്സ് കൊണ്ടാണ് നിങ്ങളും ഞാനും ഈ കാണുന്ന ഭൗതിക സുഖങ്ങളും റേഷൻ കടയിലെ അരി പോലും നമുക്ക് എത്തിച്ചു തരേണ്ടത് ഈ നികുതി പണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അംബാനി എന്ത് സേവനമാണ് ചെയ്യുന്നത്? അംബാനിയുടെ 5000 കോടി പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് ബിനോയ് വിശ്വം ചോദിക്കുമ്പോൾ, മിസ്റ്റർ ബിനോയ് വിശ്വം, താങ്കൾ മനസ്സിലാക്കുക, ഒരു വർഷം ഈ പറയുന്ന മുകേഷ് അംബാനി ഭാരതത്തിലും ലോകത്തിലും കച്ചവടം നടത്തി നമ്മുടെ പൊതുഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് ലക്ഷോപലക്ഷം കോടി രൂപയാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. താങ്കളെപ്പോലെയുള്ള MP ആയിരുന്നു താങ്കൾ മുമ്പ്. അങ്ങയെപ്പോലെയുള്ള ആളുകൾക്കുള്ള ശമ്പളം പോലും മുകേഷ് അംബാനിയും അതുപോലെ തന്നെ അദാനിയും എല്ലാം നൽകുന്നതാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വൻ വ്യവസായികളെ നിലനിർത്തേണ്ടതും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവരുടെ പണം കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ പരമാവധി ഭാരതത്തിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവരും ഉയരുന്നു, രാഷ്ട്രത്തെയും ഉയർത്തുകയാണ് ചെയ്യുന്നത്. താങ്കളൊക്കെ തൊഴിലാളികളുടെ പേര് പറയുന്നു. തൊഴിലാളികളുടെ പണമിട്ട സഹകരണ ബാങ്കുകളുടെ എല്ലാം അവസ്ഥ എന്താണെന്ന് താങ്കൾ അറിയുക. കേരളത്തിലെ എത്ര സഹകരണ ബാങ്കുകളെ കുറിച്ചാണ് ഗുരുതരമായ ആരോപണം. ഇവിടെയെല്ലാം താങ്കളെ പോലെയുള്ള ആളുകൾ മൗനം പാലിക്കുന്നു. ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരനായ പാവപ്പെട്ടവൻ അവന്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയിട്ട് ഒരു സഹകരണ ബാങ്കിൽ ഇട്ടിട്ട് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ താങ്കളെ കാണുന്നില്ല. 20 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ 0.6% ഉപയോഗിച്ച് തന്റെ പ്രിയപ്പെട്ട മകന്റെ വിവാഹം കഴിക്കുമ്പോൾ ഈ 5000 കോടി ഈ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ സപ്ലൈ ചെയ്യപ്പെട്ടതാണ്. അത് ഭക്ഷണത്തിന്റെ രൂപത്തിലും മറ്റലങ്കാരത്തിന്റെ രൂപത്തിലും സ്വർണത്തിന്റെ രൂപത്തിലും എല്ലാം തന്നെ തിരിച്ച് സമാജത്തിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്ന പണമാണ് എന്ന് അങ്ങേപോലുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് നിതാ അംബാനി എന്ന് പറയുന്ന മഹതി നൽകുന്ന സന്ദേശം, ഞാനൊരു ഹിന്ദുവാണെന്ന അഭിമാനത്തോടു കൂടി പറയുന്നു, എൻ്റെ സംസ്കാരം നിത്യനൂതനമാണ് എന്ന് പറയുന്നു. സ്ത്രീ സങ്കല്പത്തെ കുറിച്ചുള്ള ഭാരതത്തിന്റെ കൃത്യമായ കാഴ്ചപ്പാട് അവർ പറയുന്നു. 1000 അഭിനന്ദനങ്ങൾ. ഇങ്ങനെയുള്ള ഒരച്ഛനും മകനും ഒരച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു മകൻ പിറന്നപ്പോൾ, അതിസമ്പന്നതയുടെ മടിത്തൊട്ടിലിൽ ആ മകൻ പിറന്നപ്പോൾ രാജകീയമായ ഒരു വിവാഹം തന്നെയാണ് അവൻ അർഹിക്കുന്നത്. രാജാക്കന്മാരായിട്ട് തന്നെയാണ് എല്ലാ കാലത്തും ജീവിക്കേണ്ടത്. സമ്പന്നൻ സമ്പത്ത് കൊണ്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയുമ്പോൾ 50 രൂപയുടെ മദ്യം 700 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഭാഗമാണ് മിസ്റ്റർ ബിനോയ് വിശ്വം താങ്കൾ എന്ന കാര്യം അങ്ങ് മറന്നു പോകുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ടവൻ പകലന്തിയോളം പണിയെടുത്ത് 1000 രൂപയ്ക്ക് അവന് കൂലിയായി ലഭിക്കുമ്പോൾ 500 രൂപയെങ്കിലും മദ്യപാനത്തിൽ ഉപയോഗിക്കുമ്പോൾ താങ്കൾ എവിടെയെങ്കിലും പറഞ്ഞോ മദ്യശാലകൾ പൂട്ടണമെന്ന് താങ്കൾ പറയുന്നുണ്ടോ? 50 രൂപ കോസ്റ്റ് വരുന്ന മദ്യം 600-നും 700-നും വിൽക്കുന്ന നാട്ടിൽ, ബീവറേജിന്റെ പണം കൊണ്ട് ക്ഷേമ പെൻഷനും ശമ്പളവും കൊടുക്കുന്ന നാട്ടിൽ മുകേഷ് അംബാനി മദ്യം വിറ്റിട്ടല്ല. മുകേഷ് അംബാനി നിങ്ങൾക്ക് ആവശ്യമായ ഫോൺ സംവിധാനങ്ങളും ബാക്കി എല്ലാം ഒരുക്കിയിട്ടുണ്ടാക്കുന്ന പണം കൊണ്ടാണ്, അത് രാഷ്ട്രത്തിന് കൊടുത്തുകൊണ്ട് ലാഭത്തിന്റെ 25% നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമാജത്തിന് തിരിച്ചു നൽകിക്കൊണ്ടാണ് അദ്ദേഹം പണം സമ്പാദിക്കുന്നത് എന്ന് അസൂയയെ മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കുക. ഈ മഹദിയുടെ വാക്കുകളെ ചെവിയോർക്കുക. അഭിമാനിക്കുന്നു നമ്മൾ ഈ കുടുംബത്തെ ഓർത്ത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.